അങ്ങനെ ഇറാന്റെ പുതിയ പരമോന്നത നേതാവിനെ ഇറാൻ ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആയത്തുള്ള അലി ഖമനയുടെ പിൻഗാമിയായിട്ട് ആയത്തുള്ള അലി ഖമനയുടെ മകനായിട്ടുള്ള രണ്ടാമത്തെ മകനായ മോജ്തബ ഖമനയാണ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് ഇറാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ അധികാര കൈമാറ്റത്തിന്റെ തൊട്ടുപിറകെ ഒരു സാമ്പിൾ വെടിക്കെട്ട് എന്ന നിലയിൽ ഇസ്രായേലിലേക്കും GCC കൺട്രികളിലേക്കും തുരുതുര മിസൈലുകളും ഡ്രോണുകളും അയച്ചുകൊണ്ടിരിക്കുകയാണ് ഇറാൻ. ഞാനിപ്പോൾ ഉള്ളത് UAE-ലാണ്. ഇന്നലെ മാത്രം, അതായത് മാർച്ച് 8 മാത്രം ഏകദേശം 117 ഡ്രോണുകളും 17 ബലിസ്റ്റിക് മിസൈലുകളുമാണ് തുരുതുര ഇന്നലെ മാത്രം UAE-ലേക്ക് ഇറാനെ തൊടുത്തുവിട്ടത്. എല്ലാം സൂപ്പറായിട്ട് ഇന്റർസെപ്റ്റ് ചെയ്ത് അവിടെയൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും വലിയ ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് ഇതുവരെ നേരിടേണ്ടി വന്നിട്ടില്ല. ഇതൊക്കെ ഒഫീഷ്യൽ എയർ ഡിഫൻസിന്റെ അവിടുന്ന് വരുന്ന വിവരങ്ങളാണ്. ആ കണക്കുകളാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ഏകദേശം 1440 ഡ്രോണുകളാണ് ഇറാൻ UAE-ലേക്ക് പറത്തിവിട്ടത്. അതിൽ 1359 എണ്ണം തകർക്കാനായിട്ട് സാധിച്ചപ്പോൾ 81 എണ്ണമാണ് UAE ടെറിട്ടറിയിൽ അവിടെ ഇവിടെ ആയിട്ട് വീണ് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ബലിസ്റ്റിക് മിസൈലിന്റെ കണക്കാണെങ്കിൽ 259 എണ്ണം ടോട്ടൽ അമാര് വിട്ടു. അതിൽ 233 എണ്ണവും UAE-ക്ക് ഡിഫെൻഡ് ചെയ്യാൻ സാധിച്ചു. അതിൽ 18 എണ്ണം കടലിലാണ് വീണത്, 2 എണ്ണമാണ് ടെറിട്ടറി വീണ് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. പിന്നെ ഏറ്റവും അപകടകാരികളായ ക്രൂയിസ് മിസൈൽസ് അത് 8 എണ്ണം വിട്ടു. 8 എണ്ണവും സക്സസ്ഫുൾ ആയിട്ട് ഡിഫെൻഡ് ചെയ്യാനായിട്ട് UAE എയർ ഡിഫൻസിന് സാധിച്ചിരുന്നു. എന്തായാലും എത്രയും വേഗം തന്നെ ഈ ഒരു കോൺഫ്ലിക്റ്റ് തീരട്ടെ നമ്മൾ ആഗ്രഹിക്കുകയാണ്. കാരണം ദിവസം കഴിയും തോറും ഇനിയും പ്രശ്നങ്ങൾ കൂടി വരും, നമുക്ക് ക്ഷാമങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ ക്രൂഡ് ഓയിൽ ഏകദേശം $90 കിടന്നത് $120 ഉയർന്നിരിക്കുകയാണ്. സോ ഹോർമൂസ് കടലിടുക്കിന്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പല മേഖലകളിലും നമുക്ക് പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ഇറാനെ സംഭവിച്ചിരിക്കുന്ന ഒരു അധികാര കൈമാറ്റം ഉണ്ടല്ലോ, അതിൽ USA ആണെങ്കിലും ഇസ്രായേൽ ആണെങ്കിലും അതൃപ്തി പ്രകടിപ്പിച്ചു. അവരെ അനുവദിക്കില്ല എന്നാണ് ഇപ്പോഴും പറഞ്ഞത്. കാരണം അവിടെ കൺസെന്റോട് കൂടി അവർക്ക് അക്സെപ്റ്റബിൾ ആയ ആരെങ്കിലും ആണെങ്കിൽ, ഒരു ഭരണകൂടമാണെങ്കിൽ അവർ അനുവദിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഖമനയെ തീർത്തോളൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ മകനെ തീർക്കുമെന്ന ഉറച്ച ഒരു തീരുമാനത്തിൽ തന്നെയാണ് USA-യും അതുപോലെ തന്നെ ഇസ്രായേലും ഇപ്പോൾ അവരുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നത്. എന്നാൽ ഇറാന്റെ ഭാഗത്തു നിന്ന് വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇനിയും ഏകദേശം 600 ദിവസത്തോളം അവർക്ക് അറ്റാക്ക് ചെയ്യാനുള്ള വെപ്പൺസ് അവരുടെ കയ്യിൽ ഉണ്ടെന്ന് അവർ അവകാശപ്പെടുന്നു. എന്ത് ധൈര്യത്തിലാണ് അവർ പറയുന്നത് അറിയത്തില്ല. ഇനി ആരുടെയെങ്കിലും സഹായങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ടോ ഒന്നും നമുക്കറിയത്തില്ല. പക്ഷെ എന്താണെങ്കിലും ഈ ഒരു യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ അവസാനിക്കട്ടെ. അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളിലേക്ക് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കടന്നു പോകാൻ സാധ്യതയുണ്ട്.